അശോകവൃക്ഷത്തിന് പിന്നിൽ രസകരമായൊരു ഐതിഹ്യമുണ്ട്. ശശോകൻ ഒരു നരഭോജിയായിരുന്നു. ദിവസേന കാട്ടിൽ കറങ്ങി നടന്നവൻ കാണുന്ന ഏതൊരു യാത്രക്കാരനെയും ആക്രമിച്ച് ഭക്ഷിക്കുമായിരുന്നു. ഒരു ദിവസം അവൻ കാടിൻ്റെ അരികിൽ ഒരു കുടിൽ കണ്ടു. അതിന് പുറത്ത് ഒരു മുനി ധ്യാനിക്കുന്നുണ്ടായിരുന്നു. ശശോകൻ മുനിയുടെ അടുത്തേക്ക് പോയി എങ്ങനെയാണ് ഇത്ര ശാന്തനായിരിക്കാൻ കഴിയുന്നത് എന്ന് ചോദിക്കുന്നു. വിശ്രമമില്ലാത്ത ജീവിതം ഉപേക്ഷിച്ച് മുനിയെപ്പോലാകാൻ തനിക്കും ആഗ്രഹമുണ്ടെന്ന് അവൻ പറയുന്നു. മുനി മറുപടി പറഞ്ഞു, അത്തരമൊരു അവസ്ഥ കൈവരിക്കാൻ താൻ തന്നെ നിരവധി ജന്മങ്ങൾ എടുത്തിട്ടുണ്ട്. മുനി ശശോകനെ അനുഗ്രഹിക്കുകയും തൻ്റെ അടുത്ത ജന്മത്തിൽ രാവണന്റെ ഉദ്യാനത്തിൽ ഒരു മരമായി ജനിക്കുമെന്ന് വരവും നൽകുന്നു. രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയി അവിടെ ബന്ദിയാക്കുമ്പോൾ ഹനുമാൻ അവളെ സന്ദർശിക്കുകയും അവളുടെ സങ്കടം അപ്രത്യക്ഷമാവുകയും ചെയ്യും. അപ്പോൾ ശശോകൻ തൻ്റെ ദുഃഖത്തിൽ നിന്ന് മോചിതനാകുകയും ദുഃഖം നീക്കുന്നവനായ അശോകൻ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യും.